പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയോ മെലാനിക്ക് ഒരു പാക്കറ്റ് മിഠായി നൽകിയത് വലിയ മാറ്റമാണ് ഓഹരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പാർലെ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ഓഹരികളാണ് കുതിച്ചത്. പക്ഷേ ഓഹരികൾ വാങ്ങിയവർക്ക് ഒരബദ്ധം പറ്റി. ബുധനാഴ്ച റോമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ കണ്ടപ്പോൾ അത് ചില അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഓഹരിയിലുണ്ടാക്കിയത്. ഉച്ചവരെ നഷ്ടത്തിലാണ് പാർലെ കമ്പനി ഓഹരി വില പോയിക്കൊണ്ടിരുന്നതെങ്കിൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ 4.84 രൂപയിൽ നിന്ന് 5.25 രൂപയിലേക്കാണ് ഓഹരി കുതിച്ചു കയറിയത്. നിക്ഷേപകർ പാർലെ സ്റ്റോക്ക് അന്വേഷിച്ചിറങ്ങി. പക്ഷേ എല്ലാവർക്കും ലഭിച്ചത് പാർലെ ഇൻഡസ്ട്രീസ് ആണ്. നിലവിൽ പാർലെ ഇൻഡസ്ട്രീസ് മെലഡി ടോഫി ഉണ്ടാക്കുന്നില്ല. മെലഡി ടോഫി യഥാർത്ഥത്തിൽ വരുന്നത് പാർലെ ജി, മൊണാക്കോ, ഹൈഡ് ആൻഡ് സിക്ക്, മാംഗോ ബൈറ്റ് എന്നിവയ്ക്ക് പിന്നിലുള്ള മുംബൈ ആസ്ഥാനമായുള്ള FMCG പ്രമുഖരായ പാർലെ പ്രോഡക്ട്സിൽ നിന്നാണ്. എന്നാൽ പാർലെ പ്രോഡക്ട്സ് സ്വകാര്യ ഉടമസ്ഥതയിലാണുള്ളത്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. വാങ്ങാൻ സ്റ്റോക്കില്ല. എന്നിരുന്നാലും നിക്ഷേപകർ തിടുക്കത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരേയൊരു പാർലെ വാങ്ങി. അതേസമയം പാർലെ ഇൻഡസ്ട്രീസ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. പേപ്പർ മാലിന്യങ്ങൾ, പുനരുപയോഗ ഉൽപ്പന്നങ്ങൾ എന്നിവയിലും ഇത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പേരിലുള്ള സാമ്യം മതിയായിരുന്നു ആളുകൾക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ. ഇറാൻ സംഘർഷത്തെ ചൊല്ലി ആഗോളതലത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ വിപണി ബുദ്ധിമുട്ടിലാണ്. പക്ഷേ പാർലെ ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ നേരെ മറിച്ചാണ് ഉണ്ടായത്. മെലഡിയിൽ വൈറലായി 1 മണിക്കൂറിനുള്ളിൽ പാർലെ ഇൻഡസ്ട്രീസ് 5% കുതിച്ചുയർന്നു. വലിയ വരുമാനമില്ല, വലിയ ഓർഡർ വിജയമില്ല, ബിസിനസ് അപ്ഡേറ്റുകളൊന്നുമില്ല. എന്നിരുന്നാലും ഇന്നത്തെ ട്രെൻഡിംഗ് സെഷനിൽ പാർലെ ഇൻഡസ്ട്രീസ് വിപണിയിലെ ഏറ്റവും മധുരമുള്ള ഓഹരിയായി മാറി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്നെയാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ വീഡിയോ പങ്കുവച്ചത്. 12 സെക്കൻഡാണ് വീഡിയോയുടെ ദൈർഘ്യം. മെലഡി എന്ന ഹാഷ്ടാഗോടെയാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.